ഏറ്റവും കൂടുതൽ ആളുകൾ വീണ്ടും കണ്ടിട്ടുള്ള സിനിമകളുടെ ലിസ്റ്റ് എന്താണെന്ന് ചുമ്മാ ഒന്ന് എയോട് ചോദിച്ചതാണ്. അപ്പോൾ വന്ന ലിസ്റ്റിൽ ഏറ്റവും ആദ്യമുള്ളത് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയാണ്. ഉറപ്പായിട്ടും ആയിരിക്കുമല്ലോ. നമ്മൾ ഏറ്റവും അധികം കാണാൻ ആഗ്രഹിച്ചതും കണ്ടിട്ടുള്ളതും സിനിമ മണിച്ചിത്രത്താഴ് തന്നെയായിരിക്കും. അത് കാണാൻ നമുക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പപ്പുവിൻ്റെ കോമഡി, ഇന്നും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കോമഡി ഡയലോഗുകൾ അതിലുണ്ട്. ഏത് കാലത്തും കാണാൻ പറ്റുന്ന കഥാരീതിയാണ്. പിന്നെ പഠന വിഷയമാക്കാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് അതിൻ്റെ പിന്നിലുണ്ട്. ആ സിനിമ എടുത്ത രീതികളെല്ലാം ഇന്നും മാതൃകയാക്കേണ്ട തരത്തിലുള്ള സിനിമയാണ്. ഇപ്പൊ ഈ സമീപകാലത്ത് അത് റിലീസ് ചെയ്തപ്പോൾ പോലും അതിൽ നിന്ന് വീണ്ടും ഓരോ തവണ കാണുമ്പോഴും പുതിയതെന്തോ ആ സിനിമയിൽ നിന്ന് കിട്ടുന്നു എന്നൊരു ഫീലാണ്. അതുപോലെ ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ്. അത്രയും പേരെ വെച്ച് ആ കാലഘട്ടത്തിൽ വരുന്ന ഒരു സിനിമ, അതും പഴുതുകൾ അടച്ചുള്ള ഒരു തിരക്കഥ. കാരണം പാളിപ്പോകാവുന്ന പല കാര്യങ്ങളും അതിലുണ്ട്. അന്ധവിശ്വാസങ്ങളും സൈക്കാട്രിയും കൂടെ കയറി വരുന്നുണ്ട് അതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റിങ്ങിലൊക്കെ ഫാസിൽ കുറേ സംസാരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ആ തിരിക്കുന്ന സീനിൽ അത് വന്ന് നിൽക്കുന്നതെന്നൊക്കെ. എന്താ പറയേണ്ടത്, അതിൽ ഓരോ രംഗങ്ങളും ഇന്ന സീൻ എന്നില്ല, നമുക്ക് ബൈഹാർട്ടാണ് ഓരോ സീനും. അത്രയും തവണ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് അർത്ഥം. അത് ഇപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിടക്കുന്ന സിനിമ CID മ്യൂസിയം, മൂന്നാമതുള്ളത് കല്യാണരാമനാണ്. രണ്ടും ദിലീപ് ചിത്രങ്ങളാണ്. അതൊരു മൾട്ടി സ്റ്റാർ സിനിമ പോലെ രണ്ടിനെയും ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം CID മ്യൂസിയത്തിലൊക്കെ എല്ലാവർക്കും അതിൻ്റെതായ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ ഓർക്കുമ്പോൾ പോലും എത്ര രംഗങ്ങളാണ് നമ്മുടെ മുന്നിൽ, നമ്മുടെ മനസ്സിലൂടെ. കാറ് പോലൊരു കഥാപാത്രമാണ്, അതിലെ നായ പോലൊരു കഥാപാത്രമാണ്. സലീം കുമാറിന്റെ കുറെ സലീം കുമാർ ഇല്ലെങ്കിലും ആ സിനിമയുണ്ട്. പക്ഷെ വെറുതെ കൊണ്ടുപോകുന്ന എൻഹാൻസ് ചെയ്യാൻ പറ്റിയ. അതെ അതെ അതെ. ഇപ്പോഴും ട്രോളുകളിൽ ഇപ്പോഴത്തെ ജനറേഷനും അതിൻ്റെ അകത്തുള്ള രംഗങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ തലമുറകൾ ഏറ്റെടുക്കുന്ന സിനിമ എന്നുള്ളത്. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ചെറുപ്പത്തിൽ TV കാണുന്ന സമയത്ത് എപ്പോ വെച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു ചാനലിൽ ഈ മണിച്ചിത്രത്താഴാണെങ്കിലും CID മ്യൂസിയം ആണെങ്കിലും കല്യാണരാമനും ഒക്കെ റിപ്പീറ്റഡ്ലി വന്നു പോകുന്ന സിനിമകളുണ്ട്. കല്യാണരാമനും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാർസ് ഉള്ള സിനിമയാണ്. അതും ആ ഒരു കഥ, അതുപോലെ തമാശയാണ്. എനിക്ക് തോന്നുന്നു CID മ്യൂസിയം കല്യാണരാമനാണെങ്കിലും കോമഡി ഓറിയന്റഡ് ആണ് എന്നത് തന്നെയായിരിക്കും വീണ്ടും കാണാൻ പ്രേക്ഷകരെ. ഉറപ്പായിട്ടും CID മ്യൂസിയത്തിന്റെ കാര്യം പറയുന്ന രണ്ടാം ഭാഗം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടക്കാലത്ത് ജോണി ആന്റണി കുറെ ഇന്റർവ്യൂലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വരരുതേ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. കാരണം അതിൻ്റെ അകത്ത് അഭിനയിച്ച പലരും നമുക്കിന്ന് കൂടെ ഇല്ല. പക്ഷെ അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ വിശ്വസിക്കാനാകുന്നില്ല, പലരും ഇല്ല എന്നുള്ളത്. കല്യാണരാമൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാ ഇല്ലാത്ത ആ ചെലവ് കൊണ്ട് ദിലീപ് വരുന്ന രംഗം മുതൽ പ്രേക്ഷകർ അതിലേക്ക് ഇൻവോൾവ് ആവുകയാണ്. അടുത്തിടെ ഒരു ട്രോള് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കല്യാണ സീനാണ് ചിത്രീകരിക്കാൻ പോകുന്നത്, വലിയ കോമഡി ഒന്നും ഇല്ല എന്ന് പറയുന്നു. പിന്നെ ഒരു ലോറിയിൽ പാചകത്തിനായിട്ട് ഒരു ടീം വരുന്നു, സിറ്റുവേഷൻ മാറുന്നു. ആ സിനിമ എൻഡിലേക്ക് എത്തുമ്പോൾ കുറേ ഇമോഷണലാണ്. പക്ഷെ അത് നമ്മൾ മറന്നു പോകും. നമ്മൾ ഓർക്കുന്നത് തുടക്കത്തിലുള്ള ആ കല്യാണ വീട്ടിലുള്ള സീനുകൾ മാത്രമാണ്. അതങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ്. ഈ ഇന്നസെന്റിന്റെ ടൈൽസ് ടേസ് എന്നൊക്കെ പറഞ്ഞ ക്ലാസ് സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓർക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒന്നുകൂടെ പോയി കണ്ടിട്ട് വന്നാലോ എന്ന് തോന്നുന്ന തരത്തിൽ നമുക്ക് സംസാരിക്കുന്ന സന്തോഷം വരുന്ന സിനിമകളാണ് ഇതൊക്കെ. അതുപോലെ അടുത്ത ഈ ലിസ്റ്റില് പിന്നെ വരുന്ന സിനിമകള് ഒരു 10-20 സിനിമയുടെ ലിസ്റ്റ് ഉണ്ട് കേട്ടോ. അതില് പുലിവാൽ കല്യാണം, ചതിക്കാത്ത ചന്തു എന്നിങ്ങനെ 2 സിനിമയാണ് അടുത്ത ലിസ്റ്റിൽ വരുന്നത്. അതെ, പുലിവാൽ കല്യാണം എന്ന് പറയുന്നത് മണവാളൻ. അതില് മണവാളൻ ഹരിശ്രീ അശോകൻ, കൊച്ചിൻ അനീഫ, സലീം കുമാർ. നായകനേക്കാളും ഈ സഹതാരങ്ങളൊക്കെ കയ്യടി നേടിയിട്ടുള്ള, ഇപ്പോഴും ട്രോളിലും മീമിലും ഒക്കെ നിറഞ്ഞു വെക്കുന്നത് അവരാണ്. നമ്മള് ജയസൂര്യ അങ്ങ് മറന്നു പോകും ചില സിറ്റുവേഷൻ. പക്ഷെ ഇവരൊക്കെ എപ്പോഴും ഈ ദുബായ് ഷെയ്ഖ് അബ്ദുള്ള അതൊക്കെ. ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന സിനിമയും അത് മൾട്ടി സ്റ്റാർ ചിത്രം തന്നെയാണ്. എല്ലാവരും തകർത്ത് അഭിനയിച്ച, കുറെയൊക്കെ സിനിമയുടെ പിന്നിൽ എന്താ നടക്കുന്നേ എന്ന് നമുക്ക് അറിയാൻ കൂടെ പറ്റിയ അങ്ങനത്തെ കുറച്ച് ആകാംക്ഷയുള്ള ഘടകങ്ങൾ. അതിൻ്റെ അകത്ത് ഈ ഇമോഷൻ രംഗങ്ങൾ കുറച്ച് പറയുന്നുണ്ട്, സെന്റി ഡയലോഗുകൾ കുറെ ഉണ്ടെങ്കിലും നമ്മൾ എടുത്തു കാണിക്കുന്നത് ഈ സലീം കുമാറിന്റെ സ്റ്റെപ്പുകളൊക്കെ ഇപ്പോഴും തമാശകൾ തന്നെയാണ് കൂടുതൽ ആളുകൾക്ക് വീണ്ടും കാണാൻ ആഗ്രഹമുള്ളത്. അത് പറയുമ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സിനിമകൾ എന്തുകൊണ്ട് ഓർത്തു വെക്കുന്നില്ല, എന്തുകൊണ്ട് പഴയ സിനിമകൾ നമ്മൾ ഓർത്തു വെക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം കൂടിയാണ് ഈ സിനിമകൾ. ഈ വൺ ടൈം വാച്ച് എന്ന് പറഞ്ഞ പല സിനിമയും നമ്മൾ വിട്ടുകളയാണ്. അതിലെ കോമഡികൾക്ക് ആദ്യം ഒരു തവണ കാണുമ്പോൾ ചിരിക്കാൻ പറ്റും, പക്ഷെ പിന്നീട് കാണുമ്പോൾ അത് ചിരിക്കാൻ പറ്റുമോ ഇന്നത്തെ പല സിനിമയ്ക്ക് സംശയമുണ്ട്. പക്ഷെ പണ്ടത്തെ ആ സിനിമകളുടെ ഒക്കെ ഹ്യൂമർ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്
വന്നേക്കുന്ന സിനിമ പ്രേമമാണ്. നമുക്കറിയാം നിവിൻ പോളിയുടെ ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട സിനിമയാണ് പ്രേമം. ഉറപ്പായിട്ടും മോഹൻലാലുമായിട്ടുള്ള കമ്പാരിസൺ വരെ അതുണ്ടായിട്ടുണ്ട് പ്രേമം പറയുന്നത്. പ്രേമം മലയാളത്തിന് പുറമേയും ഹിറ്റായി എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഒരു തുടക്കക്കാരി നായികക്ക് ഇത്രയും വലിയ സ്വീകരണം തിയേറ്ററിൽ കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും പിന്നീട് അത്ര പോലും പുതുമുഖങ്ങൾ താരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അവരൊക്കെ പെട്ടെന്ന് അങ്ങ് ക്ലിക്കായി. ആ 3 നായികമാരും വലിയ രീതിയിൽ ഇപ്പം വിജയുടെ ഒപ്പം മഡോണ എത്തുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അനുപമ പരമേശ്വരൻ തെലുങ്കിലും മികച്ച നായികയായിട്ട് തന്നെ തുടരുകയാണ്. സായി പല്ലവി തെന്നിന്ത്യൻ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. അതെ, സിനിമയുടെ കാര്യം പറയുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അധികം പ്രൊമോഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പോസ്റ്ററും ഒരു പാട്ടും, ആലുവ പുഴയോരത്തുള്ള പാട്ടും മാത്രം വന്നിട്ട് പിന്നെ റിലീസിന് ശേഷം തിയേറ്ററിൽ തന്നെ ആളുകൾ ഒരുപാട് തവണ പോയി കണ്ടിട്ടുള്ള സിനിമ. അതെ, ആ സമയത്താണ് പൈറസിന്റെ ഇഷ്യൂ വന്നത്. പൈറസി അത്രയധികം മലയാള സിനിമ സംസാരിച്ചത് ആ സമയത്തായിരുന്നു. റീവാച്ചബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ തന്നെ റീവാച്ച് ചെയ്തുകൊണ്ടിരുന്ന സിനിമയായിരുന്നു പ്രേമം. ഈ ലിസ്റ്റിൽ അടുത്തത് ബാംഗ്ലൂർ ഡേയ്സ് ആണ് കേട്ടോ. അതും തീർച്ചയായിട്ടും ഇപ്പോഴും ടി വിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറച്ചു നേരമെങ്കിലും അതൊന്ന് കണ്ടിരിക്കാൻ തോന്നും. ഉറപ്പായിട്ടും അത് കുറെ നമുക്ക് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തരുന്ന സിനിമയാണ് ബാംഗ്ലൂർ ഡേയ്സ്. പഴമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു കസിൻസിന്റെ സ്നേഹം, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയ ഫഹദിന്റെ ക്യാരക്ടറിന്റെ ഒരു എലവേഷൻ കാണിക്കുന്നത് എല്ലാം കൊണ്ടും, പിന്നെ ദുൽഖറിന്റെ ക്യാരക്ടറിനെ ആണെങ്കിലും എല്ലാവർക്കും കൃത്യമായിട്ട് സ്പേസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സിനിമ. അതെ അതെ, അത് ഓരോ ജനറേഷൻ, അതായത് ഓരോരുത്തരുടെ സ്വഭാവത്തെയും നമുക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നസ്രിയനെ പോലെയുള്ള പെൺകുട്ടികളുണ്ടാവും, നിത്യമേനോനെ പോലെ കുറച്ച് ഹൈപ്പർ ആയിട്ടുള്ള പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാ തരം ആൾക്കാരെയും ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു. അതാണ് അത് വീണ്ടും വീണ്ടും കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ എനിക്കൊന്ന് ഈ സിനിമകളിലൊക്കെ പാട്ടുകളൊക്കെ അതിഗംഭീരമാണ്. നമുക്ക് എത്ര തവണ കേട്ടാലും മതി വരാത്ത പാട്ടുകളാണ് ഈ ഒരു ലിസ്റ്റിൽ വരുന്നതെല്ലാം കൂടുതൽ. സിനിമക്ക് നമ്മൾ ഈ ട്രെയിലറൊക്കെ ഇപ്പം കുറച്ചു കാലമായിട്ടൊക്കെ അല്ല വന്നിട്ടുള്ളൂ. പണ്ട് കാലങ്ങളിൽ പാട്ടുകളല്ലേ സിനിമക്ക് കൂടുതൽ പ്രൊമോഷൻസ് കൊടുത്തിരുന്നത്. ആ ഒരു ഇത് ഈ സിനിമകളിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇനി അടുത്ത് വരുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയാണ്. അത് എത്ര തവണ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്ന് ഈ കുറച്ച് നാളെ ആയിട്ടുള്ളൂ അത് ഇറങ്ങിയിട്ട്, എന്നിട്ട് പോലും ഇത്രയധികം റീവാച്ച് ചെയ്യപ്പെട്ട സിനിമകളുടെ ലിസ്റ്റിൽ ഇത് വരണമെന്നുണ്ടെങ്കിൽ അതിന് പല ഘടകങ്ങളുണ്ടാവും. ഇത് എങ്ങനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഉള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡം അറിയില്ലെങ്കിൽ പോലും നമുക്ക് പലരോടും ചോദിച്ചാൽ മനസ്സിലാകാം ഒരു പല തവണ കണ്ടിട്ടുള്ള സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ളത്. അതിന്റെ പല പെർസ്പെക്റ്റീവ്സും പലർക്കും ഉണ്ടാകും. ഈ OTT കാലം ഇത്രയും സജീവമായ സമയത്ത് ഇതര മലയാള സംസാരിക്കുന്ന ആൾക്കാരും അല്ലെ മലയാളികളും കൂടുതൽ സംസാരിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് പോലെയുള്ള സിനിമകളെ കുറിച്ചാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതെ, ഫിലിം മേക്കേഴ്സ് ഒക്കെ മറ്റു ഭാഷയിൽ നിന്നുള്ളവര് സ്ഥിരമായിട്ട് ഇന്റർവ്യൂസിലൊക്കെ എടുത്തു പറയുന്ന ഒരു സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അപ്പൊ അത് നമ്മൾ റീവാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത്ഭുതമല്ലേ. എനിക്കതിൽ ഏറ്റവും തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ മാനസികാരോഗ്യത്തെ പറ്റി ഭയങ്കര ഈസിലി സൗബിന്റെ ഒരു ക്യാരക്ടർ അതിൽ പറയുന്നുണ്ട്. കുറെ നാളായിട്ട് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ടബു ആയിട്ടുള്ള ഒരു കാര്യത്തെ ഒറ്റയടിക്ക് പൊളിച്ചെഴുതാൻ സാധിച്ച ഒരു സീനായിരുന്നു ആ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്ന സീൻ. ആദ്യം കാണുമ്പോൾ അത് എന്താണെന്നൊരു സംശയം വരുമെങ്കിൽ പോലും അതിന്റെ ഒരു ഇന്റൻസിറ്റി എത്രയാണെന്നുള്ളത് കാണിച്ചു തരാൻ പറ്റിയൊരു സിനിമ. 2 തരത്തിലുള്ള മാനസികാരോഗ്യങ്ങളാണ് അതിൽ കാണിക്കുന്നത്. അത് രണ്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ സംസാരിക്കേണ്ട വിഷയങ്ങളായിട്ട് വരും. സൗബിൻ്റെത് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു, നേരെ മറിച്ച് അപ്പുറത്ത് ഷമ്മിയുണ്ട്. അപ്പൊ 2 മാനസികാരോഗികളും വരുന്നൊരു സിനിമയാണ്. അത് നമുക്ക് ഡീപ്പായിട്ട് നോക്കുമ്പോഴേ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പുറമോടിയിൽ നമുക്കിതൊന്നും മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അടുത്തതും 2 സമീപകാലത്ത് വന്നിട്ടുള്ള സിനിമകളാണ്. ഒന്ന് തണ്ണീർമത്തൻ ദിനങ്ങളും അടുത്തത് ഓം ശാന്തി ഓശാനയാണ്. ഇപ്പൊ തണ്ണീർമത്തൻ ദിനങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം ചെറിയ പിള്ളേര്, കുറെ പുതിയ പിള്ളേര് വന്ന് തകർത്ത് വാരിപ്പോയ സിനിമ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് മൂവീസിലൊക്കെ സ്ഥിരം ഈ സിനിമ വരാറുണ്ട്. അതെ അതെ, ഈ സ്റ്റാർ കാസ്റ്റ് അത്രത്തോളം പ്രാധാന്യം ഇല്ല എന്നുള്ളത് തെളിയിച്ചാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ കുട്ടികളായിരുന്നു അതിന്റെ ആരാധകരെ കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും കാണുന്ന സിനിമ എന്ന് പറയുന്നത്. ഓം ശാന്തി ഓശാന കാര്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നസ്രിയനെ കേന്ദ്ര കഥാപാത്രം, നസ്രിയുടെ ഒരു പീക്ക് ടൈം ആയിരുന്നു. ഒരു എല്ലാവരുടെയും ക്രഷായി മാറിയ സിനിമകളിലൊന്നാണ്. അതെ അതെ, ആ ഒരു സമയത്ത് ആ സിനിമ കൊണ്ടുവന്നിട്ടുള്ള ഒരു തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. മലയാള സിനിമക്ക് നല്ലൊരു കാലഘട്ടമായിരുന്നു ആ 2014-15 കാലഘട്ടം. ആ സമയത്ത് വരുന്നതാണ് ഓം ശാന്തി. അതുപോലെ നിവിൻ പോളി നസ്രിയ കോംബോ അടുപ്പിച്ച് ഒന്ന് ഒരു ആൽബം സോങ്ങിൽ വന്നു, പിന്നെ നേരത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടു. ഈ തണ്ണീർമത്തൻ ദിനങ്ങളുടെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിലും അതിലെ എല്ലാവരും ഇപ്പൊ സൂപ്പർ സ്റ്റാർസ് ആണ്. നസ്ലിൻ
ഇനിയിപ്പോ ഏത് ലെവലിലെത്തിയെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അനശ്വര രാജൻ, അതുപോലെ തന്നെ അന്യഭാഷയിലും അനശ്വരയുണ്ട്. അതെ, മാത്യു ആണെങ്കിലും വിജയുടെ കൂടെ വരെ അഭിനയിച്ചു. അങ്ങനെയുള്ള അവരുടെ ഒരു ലെവല് ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും. ഈ ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന സിനിമയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു പെണ്ണ് ആണിന്റെ പുറകെ നടന്ന് പ്രേമിക്കുന്നതായിരുന്നല്ലോ അതിന്റെ കഥ. അതായിരുന്നു അധികം ആൾക്കാർക്ക് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു സാധനത്തിനെ അങ്ങ് കുറെ ക്ലീഷകൾ പൊളിച്ചെഴുതിയ സിനിമയായിരുന്നു. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഓം ശാന്തി ഓശാന. അടുത്തത് ഈ ലിസ്റ്റിൽ വരുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഉസ്താദ് ഹോട്ടലാണ്. ഇപ്പോഴും ഒരു കട്ടൻ ചായ, ഒരു സുലൈമാനി കുടിക്കുന്ന ഒരു സുഖം കിട്ടുന്ന ഒരു സിനിമ. അതെ, അതിനേക്കാളും ഹിറ്റായത് തിലകന്റെ പ്രണയരംഗാണ്. ജസ്റ്റ് സംഭാഷണം പോലും ഇല്ലാണ്ട് ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ ആ സീനെ കുറിച്ച് റീവാച്ച് ചെയ്യുന്നത് കാണാം. പിന്നെ കോഴിക്കോടൻ ഭക്ഷണങ്ങളെ കുറിച്ച് പറയുന്ന രംഗം, അതിലെ പാട്ടുകളും ഭയങ്കര ഗംഭീരമാണ്. അതെ അതെ. ഈ ലിസ്റ്റിൽ അടുത്തത് വരുന്ന ഒരു ജയസൂര്യ ചിത്രമാണ്. ആട് 2 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല ആട് 1-ാം ഭാഗമാണോ 2-ാം ഭാഗമാണോ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടേക്കുന്നത് എന്നുള്ളത്. ഓരോരുത്തരുടെ ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും. എനിക്ക് സെക്കൻഡ് ആണ് ഇഷ്ടം. എനിക്ക് ഫസ്റ്റ് ആണ് ഇഷ്ടം. ആ ഒരു വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഓരോരുത്തർ ഇപ്പം ബാഹുബലി 1ഉം 2 ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ എനിക്ക് പേഴ്സണലി ആട് ഇപ്പം ചെറിയ കുട്ടികളുടെ ഇപ്പൊ എന്റെ മോന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആട് ഷാജി പാപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എങ്ങനെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ഓരോ ആൾക്കാരിലേക്കും എങ്ങനെ സിനിമ എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആടും ഹിറ്റ് ലിസ്റ്റിൽ എന്തായാലും റീവാച്ചബിൾ ആയിട്ടുള്ള ആ ലിസ്റ്റിൽ ആട് യോഗ്യമാണ്. പിന്നെ വന്നിട്ടുള്ള സിനിമകൾ ഒന്ന് ദേവാസുരമാണ്, അടുത്തത് ക്രോണിക് ബാച്ചിലർ, പിന്നെ ലൂസിഫർ, പിന്നെ അതിനുശേഷം വരുന്ന ഗോഡ് ഫാദർ ആണ്. നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗോഡ് ഫാദറിന്റെ ഒരു തിയേറ്റർ റൺ എന്ന് പറയുന്നത് ഭയങ്കര റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ളതായിരുന്നല്ലോ. അപ്പൊ ഈ സിനിമകളും ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഗോഡ് ഫാദറും ദേവാസുരവും ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ 90s കിഡ്സ് ആയിരിക്കും ഇതിനെ റീവാച്ച് ചെയ്ത് ഹിറ്റാക്കി കൊടുത്തിട്ടുണ്ടാവും. AI-ക്ക് അത്രയും അധികം നമ്മുടെ 90s കിഡ്സിനൊപ്പം സഞ്ചരിച്ചിട്ടുള്ള സിനിമയാണ് ദേവാസുരം എന്നൊക്കെ പറയുന്നത്. ദേവാസുരത്തിന് ശേഷമാണ് മോഹൻലാലിന്റെ ഇത്തരം മാസ് കഥാപാത്രങ്ങൾ നമ്മൾ ആഘോഷിക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പം ദേവാസുരം ഉണ്ട്, രാവണപ്രഭു ഉണ്ട്, അതിന് തുടർച്ചയായിട്ട് നരസിംഹം ഉണ്ട്. അങ്ങനെ അതിന് ശേഷമുള്ള സമാനമായിട്ടുള്ള പ്രമാണി കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അത് ഓരോ കഥകളിലെ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ അവതരണത്തിലുള്ളയോ അല്ലെങ്കിൽ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടോ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ സിനിമയും നമ്മൾ റീവാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ അടുത്തത് വരുന്നത് വെട്ടമാണ്. എന്തായാലും ഒരുപാട് തവണ കണ്ടിട്ടുള്ള സിനിമയാണ്. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ലാസ്റ്റ് ഭാഗത്തേക്കുള്ള കോമഡികൾ ഞാൻ വീണ്ടും ഇരുന്ന് അത്രയും കാണാറില്ല കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ആ നായികനായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി, ട്രെയിനിലെ രംഗങ്ങള്, തുടക്കത്തിലെ വീട്ടിലേക്ക് പോകുന്ന സീനുകളൊക്കെ വെട്ടത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് തുടക്കത്തെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് ആ ഹോട്ടലിലേക്ക്. ഈ രണ്ടും പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈ സിനിമ അന്ന് പരാജയമായിരുന്നു എന്ന് കേൾക്കുമ്പോഴാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. ഹോട്ടലിലെ രംഗങ്ങൾ, ആ പാട്ട്, ഞാൻ മണീന്റെ ഫ്രണ്ട്, മലേന്റെ ലുണ്ട്, മാതിരി ഡയലോഗുകളും ഒക്കെ നമ്മൾ എത്ര വേണമെങ്കിലും നമുക്ക് കാണാൻ മൈൻഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ പോലും കണ്ട് ചിരിക്കാൻ പറ്റുന്ന സിനിമകളും കഥാപാത്രങ്ങളും. അതില് ആൾക്കാർ നമ്മളോടൊപ്പം ഇല്ല, ഇനി ഇതുപോലൊരു സിനിമ സാധ്യം. എന്തുമാത്രം ആർട്ടിസ്റ്റുകളാണ് ആ ഒരു സിനിമയിലുള്ളത്. മലയാള സിനിമക്ക് കിട്ടിയ ഭാഗ്യം അല്ലെങ്കിൽ മലയാള സിനിമയുടെ സുവർണ്ണ കാലം എന്നൊക്കെ പറയാം. ഇനി ഇതുപോലൊരു സിനിമ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് കാരണം അത്രയും നല്ല ആർട്ടിസ്റ്റുകൾ ഇനി വരണം. ഇനി അതുപോലെ ഈ ലിസ്റ്റിൽ അടുത്തതുള്ളത് തൂവാനത്തുമ്പികളാണ്. പത്മരാജന്റെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായിട്ട് കണക്കാക്കപ്പെടുന്ന പലരും, എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്തുള്ള ഫിലിം മേക്കേഴ്സ് ഒക്കെ മലയാളത്തിലുള്ളവരല്ലാത്തവർ പോലും എടുത്തു പറഞ്ഞിട്ടുള്ള സിനിമകളിലൊന്നും. അത് ആ മേക്കിങ്ങിന്റെ ഭംഗിയാണ്. ഓരോ ഫ്രെയിമിലും കാണുന്ന ഒരു ഭംഗിയുണ്ടല്ലോ. ഒരു കഥ എഴുതി വെച്ചതുപോലെ അല്ലെങ്കിൽ വരച്ചു വെച്ചതുപോലെയുള്ള ഫ്രെയിമുകളും കാണാൻ അത്രയും മനോഹരമായ ഡയലോഗുകളും അതൊക്കെയാണ് ആ സിനിമയെ നമ്മൾ. ക്ലാര എന്ന് പറയുന്ന ക്യാരക്ടർ എപ്പോഴും പലരുടെയും ക്രഷാണ്. അതെ, സുമലത. അത്രയും സുമലതയെ ഇപ്പോഴും മലയാളികൾ ഓർമ്മിക്കുന്നത് ക്ലാരയിലൂടെ തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്ന അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. പക്ഷെ എനിക്കത് അങ്ങനെ റീവാച്ചബിൾ ആണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. കുറച്ച് വയലൻസ് ഒക്കെ ഉള്ളത് പോലെയാണ്. കുറച്ചൊരു ചിലപ്പോൾ ആ ടേസ്റ്റ് ഉള്ള ആളുകൾ കൂടുതൽ റീവാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ഒരു കളറിങ് പേഴ്സണലി എനിക്ക് ഒരിക്കൽ ആയിരുന്നു കണ്ടപ്പോൾ ഞാൻ ആസ്വദിച്ച് കണ്ട സിനിമയാണ്. പക്ഷെ വീണ്ടും കാണാൻ എനിക്ക് തോന്നിയിട്ടുള്ള സിനിമകളിൽ ഞാൻ അങ്കമാലി ഡയറീസ് പെടുത്തുന്നില്ല. അടുത്ത സിനിമ മഹേഷിന്റെ പ്രതികാരമാണ്. തീർച്ചയായിട്ടും റീവാച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, അത് നമ്മുടെ വീട്ടിന്റെ അപ്പുറത്ത് നടക്കുന്ന ഒരു കാര്യമാണല്ലോ. അങ്ങനെയാണ് ആ സിനിമ എടുത്തു വെച്ചേക്കുന്നത്. ഡയലോഗുകളായിക്കോട്ടെ, കഥാപാത്രങ്ങളായിക്കോട്ടെ, അവരുടെ വേഷം ആയിക്കോട്ടെ, ആ സിറ്റുവേഷൻ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് പരിചയമുള്ള അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്ഥിരം കാണുമല്ലോ. പിന്നെ അതിലെ തേപ്പ്, അതിൻ്റെ അകത്തുനിന്ന് ഓവർകം ചെയ്ത് വരുന്ന ഒരു മോട്ടിവേഷൻ ആ സിനിമ നമുക്ക് തരുന്നുണ്ട്. ഒന്നും അല്ലാത്ത ഒരാൾക്ക്, ഞാനൊരു സാധാരണക്കാരൻ, എന്നെ കൊണ്ട് പറ്റൂല എന്ന് ചിന്തിക്കുന്ന ആൾക്ക് പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പോസിറ്റീവ് മെസ്സേജ് ആയിരിക്കാം ഒരു പക്ഷെ ആ സിനിമ റീവാച്ച്
വാച്ച് ചെയ്യാനുള്ള കാരണം. പിന്നെ ഈ കണ്ടിന്യൂറ്റി ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ പറയുന്നത് പണ്ട് തൊട്ടേ അതുണ്ട്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു സിനിമ ദിലീഷ് പോത്തന്റെ ഈ ഒരു പടം വന്നതിന് ശേഷം അങ്ങനത്തെ കുറെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതെ, സിംബോളിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ സിനിമയുടെ തുടക്കത്തില് ഫഹദ് കുളിച്ചിട്ട് ചെരുപ്പ് വെക്കുന്ന സീന് മുതൽ ഇതാണ് കഥ എന്ന് നമുക്ക് സിനിമ തീരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ചെരുപ്പ് അഴിച്ചു വെച്ച് കുളിച്ചിട്ട് വരുന്ന ഒരു കാഷ്വൽ രംഗമായിട്ട് കരുതുന്ന ഒരു കുടംപുളിയൊക്കെ എടുത്തിട്ട് വരുന്നു എന്നുള്ളത്, അതെങ്ങനെ ആ സിനിമയെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു, ആ കണക്ഷൻ ശ്രീഷ പറഞ്ഞത് മാതിരി അത് സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്നു. മഹേഷിന്റെ പ്രതികാരത്തിലെ കഥാപാത്രങ്ങൾ എടുക്കുകയാണെങ്കിലും ആ സിനിമയിൽ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും പിന്നീട് ഭയങ്കരമായിട്ട് ഹിറ്റായി ആഘോഷിക്കപ്പെട്ടത് കാണാം. ഇപ്പൊ അലൻസിയർ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം മലയാള സിനിമയിൽ ദയ എന്ന് പറയുന്ന സിനിമയുടെ കാലം മുതലേ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ക്ലിക്ക് കിട്ടിയത് മഹേഷിന്റെ പ്രതികാരത്തിന് ശേഷമാണ്. പറയുക വെച്ചാൽ ലിജോ മോൾ, സൂര്യ ബാലമുരളി, ലിജോ മോളിന് സൂര്യയുടെ പ്രൊഡക്ഷൻസിൽ ഭയങ്കര സ്വീകരണം കിട്ടിയായിരുന്നു ആ സിനിമ ചെയ്തതിനു ശേഷം. അതിനുശേഷം അതിലെ വില്ലൻ വേഷമാണെങ്കിലും ഒരുപാട് ആഘോഷം. അദ്ദേഹത്തിനും പിന്നീട് അന്യഭാഷയിൽ നിന്നൊക്കെ നല്ല വേഷങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് ആണ് ശബ്ദത്തിന്റെ കാര്യത്തിലാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അതെ, പഠന വിഷയമാക്കാൻ പറ്റുന്ന സിനിമയെക്കുറിച്ച്, മലയാള സിനിമയെക്കുറിച്ച് പഠിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും മണിച്ചിത്രത്താഴ് പോലെ തന്നെ എടുത്തു വെച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം. പിന്നെ ഇതിൽ വരുന്നത് ദാസൻ വിജയൻ സിനിമകളാണ്. ആ 3 സിനിമകളെ പറ്റിയിട്ട് ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും മോഹൻലാലിന്റെ ആ ഒരു കാലത്ത് മോഹൻലാൽ ശ്രീനിവാസ് കൂട്ടുകെട്ടൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുകയും ഇപ്പോഴും ആളുകൾ റീവാച്ച് ചെയ്യുന്നുണ്ട്. അതെ, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയെ കുറിച്ചായിരുന്നു ആ സമയത്ത്. കഷ്ടപ്പാട്, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അന്നത്തെ കാലം, അങ്ങനെയുള്ള കഥാപാത്രങ്ങളായിരുന്നു. അതൊക്കെ അന്ന് തമാശയായിരുന്നു. പക്ഷെ ഇന്ന് പലരും വീണ്ടും റിയലൈസ് ചെയ്യുന്നത് അന്ന് തമാശ ആയിരുന്നില്ല എന്നുള്ളത്. നമ്മളിപ്പോഴാണ് അവിടെ എത്തുന്നത്. അതുകൊണ്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ശബ്ദമായിരുന്നല്ലേ, നമ്മുടെ ആ എന്ത് മനോഹരമാണ് അവറ്റകളുടെ ശബ്ദം കേൾക്കാന്നൊക്കെ ഇപ്പോഴും നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഡയലോഗുകളാണ്. അപ്പൊ എങ്ങനെയാലും നമ്മൾ കാണും ആ സിനിമയൊക്കെ. അതാണ് അതിന്റെ റീവാച്ചബിൾ ക്വാളിറ്റി. ഇനി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എയുടെ കാര്യം എടുത്ത സമയത്ത് നമ്മൾ വെറുതെ ഓഫീസിൽ സംസാരിച്ചല്ലോ. അപ്പം ആ സമയത്ത് എല്ലാവരും പറഞ്ഞ, ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ സിനിമകളിൽ ഇപ്പൊ ദിലീപിന്റെ മൂവീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. ഒന്ന് പഞ്ചാബി ഹൗസ് ആണ്, പിന്നെ മഴത്തുള്ളി കിലുക്കം, അതുപോലെ മീശ മാധവൻ, പറക്കും തളിക, മീനത്തിൽ താലികെട്ട്, കൊച്ചി രാജാവ്, പാണ്ടിപ്പട, തിളക്കം, തെങ്കാശിപ്പട്ടണം. അതില് ആ ഒരു പശുവിന്റെ സീനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തു പറഞ്ഞിട്ടുള്ളത്. സാധാരണ സമയം, റൺവേ, ദോസ്ത്, ക്രേസി ഗോപാൽ, ഇങ്ങനെ ലിസ്റ്റ് നീളുകയാണ്. നമ്മൾ നേരത്തെ വെട്ടമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് പഞ്ചാബി ഹൗസ് ഈ ലിസ്റ്റിൽ വരാത്തെന്നുള്ളതാണ് അതിപ്പോഴും മുതലാളിയുടെ മുഖത്ത് നോക്കി പച്ചക്ക തെറി വിളിക്കുന്ന ആദ്യത്തെ തൊഴിലാളി ആയിരിക്കുമല്ലോ നമ്മുടെ രമണൻ. അതിൻ്റെ അകത്തുള്ള എല്ലാ രംഗങ്ങളും സിനിമ തുടക്കത്തിൽ സംസാരിക്കുന്നത് ഭയങ്കര സെന്റി ആയിട്ടുള്ള നായകന്റെ കടവും ബാധ്യതയും, അവിടെയും ചെറിയ നുറുങ്ങു കോമഡികൾ ഉണ്ടായിരുന്നു. പിന്നെ ആത്മഹത്യ ചെയ്യുന്നു, പിന്നെ കഥയുടെ ആ മൂടേ മാറുകയാണ്. അതൊരു സെറ്റായിരുന്നു. പഞ്ചാബി കല്യാണത്തിന് ഇട്ടിരിക്കുന്ന ഒരു സെറ്റാണ്, വീടാണ് എന്നുള്ളത്. പിന്നെ എന്താണ് ആ സിനിമയിൽ അല്ലാത്തത്? ഈ ഹരിശ്രീ അശോകൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ രമണന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ഒരു ഇമോഷണൽ ബാക്ക് സ്റ്റോറി ഉണ്ട്, അത് ഈ സിനിമയിൽ ഷൂട്ട് ചെയ്തായിരുന്നു, പിന്നെ കട്ട് ചെയ്തായിരുന്നു എന്നൊക്കെ. വേണ്ട, രമണന്റെ ബാക്ക് സ്റ്റോറി, സാഡ് സ്റ്റോറി നമുക്ക് കേൾക്കണ്ട. അല്ല, രമണൻ അതിൽ ലാസ്റ്റ് കല്യാണ സമയത്ത് ഒരു മോതിരം കൊണ്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, അത് ഇത് നിന്റെ വിരലിൽ കയറില്ല, കുഞ്ഞിനിട്ടാ മതി എന്നുള്ള രീതിയിൽ പറയുന്നത്. അവിടെ തന്നെ നമുക്ക് രമണനോട് വേറൊരു രീതിയിലുള്ള കണക്ഷനും വരുന്നുണ്ട്. അതെ, ആ സിനിമ ഇപ്പൊ ദിലീപിന്റെ സിനിമകൾ ഒരുപാട് ആ ലിസ്റ്റിലേക്ക് വന്നു. കാരണം ദിലീപ് ആ സമയത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് മുഴുവൻ കോമഡി സിനിമ. കാരണം മറ്റ് സിനിമകൾ ചെയ്യാൻ അവിടെ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം ഒക്കെ ഉണ്ടായിരുന്നു. കുടുംബ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജയറാം ഉണ്ട്, ആക്ഷൻ സിനിമകൾ ചെയ്യാൻ സുരേഷ് ഗോപി ഉണ്ട്, എല്ലാതരം സിനിമകൾ ചെയ്യാൻ മോഹൻലാൽ, മമ്മൂട്ടി ഉണ്ട്. അപ്പൊ അവരുടെ ഇടയിലേക്ക് വരുന്ന ഒരു മിമിക്രിയിൽ നിന്ന് അഭിനയത്തോടുള്ള മോഹം കൊണ്ട് വരുന്ന സഹസംവിധായകനായി നിന്നിട്ട് വരുന്ന ഒരു ദിലീപ്. ആ ദിലീപിനെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രേക്ഷകരെ കൂടുതൽ അടുപ്പിച്ചത് ഇത്തരം കോമഡി, ജനപ്രിയ നായകൻ എന്നുള്ള ടാഗിലേക്ക് വന്നത് അത്തരത്തിലുള്ള കോമഡി സിനിമകളിൽ ഉറപ്പായിട്ടും. അങ്ങനെ വെച്ചാൽ ദിലീപിന്റെ തിളക്കമൊക്കെ പറയാന്നുണ്ടെങ്കിൽ സിനിമയുടെ ആകെ മൊത്തം ടോട്ടലായിട്ട് എടുക്കാന്ന് വെച്ചാൽ അതൊരു സെന്റി സിനിമയാണ്. പക്ഷെ ആ സിനിമ സഞ്ചരിക്കുന്നത് കോമഡിയിലൂടെയാണ്. അങ്ങനെ ഒരു കുറെ സിനിമകളുണ്ട്. ഈ സിനിമകളൊക്കെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ മേജർ ഭാഗം കോമഡി ആണെങ്കിലും അവസാന ഭാഗത്ത് പ്രേക്ഷകരെ ഇമോഷണലി കണക്ട് ചെയ്യിക്കുന്നിടത്ത് തന്നെയാണ് ആ സിനിമയൊക്കെ വിജയിച്ചിട്ടുള്ളത്.
ഇഷ്ടമുള്ളത്. പാണ്ടിപ്പടയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് തുടങ്ങുന്നത്, എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്, നടുവിലുണ്ടാകുന്ന നമ്മളെ അത്രയേറെ ചിരിപ്പിക്കുന്ന കുറെ രംഗങ്ങൾ, ചില കോംബോകളാണ്. ഹരിശ്രീ അശോകൻ ദിലീപ് കോംബോ ഒരുപാട് ഹിറ്റായിട്ടുണ്ട്. ആ സൗഹൃദം അവർക്കിടയിലുണ്ട്. അതുപോലെ മണിയുമായിട്ടുള്ള കോംബോ, അങ്ങനെയുള്ളത്. ദിലീപും കൊച്ചിൻ ഹനീഫയും തമ്മിലുള്ള കുറെ കോംബോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പട്ടണത്തിൽ സുന്ദരനിലെ സ്റ്റുഡൻസ്. ഇപ്പം ദിലീപ് തന്നെ പറയാന്നുണ്ടെങ്കിൽ ദിലീപിന്റെ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിലീപ് തന്നെ ചിരിച്ച കുറെ രംഗങ്ങൾ നമുക്ക് കാണായിരുന്നു. ഈ അടുത്ത കാലത്തൊക്കെ അങ്ങനത്തെ കുറെ റീല് വന്നിട്ടുണ്ട്. അതെ, പഞ്ചാബി ഹൗസിലുള്ള ഹരിശ്രീ അശോകൻ ഡയലോഗുകൾ പറയുമ്പോൾ ചിരി കടിച്ചമർത്തുന്ന ദിലീപിന്റെ. അതെ, അപ്പം പ്രേക്ഷകരും അത് കണ്ട് ചിരിച്ചു പോവുമല്ലോ. അങ്ങനെയുള്ള ഇപ്പൊ അതുപോലെ തന്നെ മോഹൻലാൽ മൂവീസും നമ്മുടെ ഈ ഒരു, അതായത് ഓഫീസിലുള്ളവരൊക്കെ പറഞ്ഞ ലിസ്റ്റിൽ വരുന്നുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. അതിലൊന്ന് യോധയാണ്, പിന്നെ ചിത്രം, ചന്ദ്രലേഖ, താളവട്ടം, രാവണപ്രഭു, ചന്ദ്രോത്സവം, രാജാവിന്റെ മകൻ, കിലുക്കം, രസതന്ത്രം, ചോട്ടാ മുംബൈ, നരസിംഹം, കാക്കക്കുയിൽ, മൂന്നാം മുറ, തേന്മാവിൻ കൊമ്പത്ത്, ബോയിങ് ബോയിങ്, പക്ഷേ, വന്ദനം, ഇങ്ങനെ ആ ഒരു ലിസ്റ്റ് നീളുകയാണ്. ഇതിൽ കുറേ സിനിമകൾ ചിരിക്കാനുള്ള സിനിമകളാണ്, കുറേ എണ്ണം ഇമോഷണലാണ്. യോധ പോലത്തെ സിനിമകളൊക്കെ പിന്നെ വേറൊരു ലെവലിലാണ് ആ ഒരു സിനിമ ഒക്കെ വന്നിട്ടുള്ളത്. അതായത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ഇപ്പോൾ ഉള്ള സിനിമകളൊന്നും അതിൽ പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള സിനിമകളിൽ ഇപ്പൊ പറയാൻ നമുക്ക് ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും പറയുന്നത് നമ്മുടെ 90s നമ്മുടെ ഈ ഇതിൽ തന്നെ ജെൻസി കിഡ്സും പറഞ്ഞിരിക്കുന്ന സിനിമകളിൽ ഈ 90s ആ സിനിമകളാണുള്ളത്. അതെ, അത് നമുക്ക് ആ കാലം അല്ലെങ്കിൽ ആ ഒരു സമയം തന്നിരുന്ന സന്തോഷത്തെ അല്ലേ ഇപ്പൊ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോഴും ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആ കാലത്തിന്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടുന്ന ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട്. അതുപോലെയുള്ള കഥാപാത്രങ്ങളായിരുന്നു അതെല്ലാം. ഇപ്പൊ യോധ പറയുകയാണെങ്കിൽ കാടിൻ്റെ ഉള്ളിൽ, ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ജഗതി മോഹൻലാൽ കോംബോ അതൊരു കുറേ സിനിമകളിൽ നമ്മളാകെ. കിലുക്കം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ചില രംഗങ്ങൾ ആ കഥയ്ക്ക് ആവശ്യമില്ലായിരിക്കാം, പക്ഷെ പ്രേക്ഷകർക്ക് ആവശ്യമുള്ളതായിരുന്നു അത്തരം രംഗങ്ങൾ. അങ്ങനെ ആഘോഷിച്ചിട്ടുള്ള ആ ഒരു രംഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് കഥയ്ക്ക് അനാവശ്യമെന്ന് തോന്നുന്നതും, എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള ആ രംഗങ്ങളാണ് ഇന്നും ആ സിനിമ നമ്മളെ റീവാച്ച് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് ഈ തെങ്കാശിപ്പട്ടണം സിനിമയുടെ ആ ഒരു സീൻ, പശുവിന്റെ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിട്ടത് ഏകദേശം 20 മിനിറ്റ് ഉണ്ട്. അപ്പൊ ഈ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ അത് മാറ്റി നിർത്തിയാലും വലിയ പ്രശ്നമില്ല. ഇത് കട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് സംശയിച്ച് ഏറ്റവും അവസാനമാണ് ആ സീൻ കൂട്ടിച്ചേർക്കാനായിട്ട് തീരുമാനിച്ചതെന്ന് സംവിധായകർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ നല്ല നല്ല സീനുകൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. തമാശയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കുറെ രംഗങ്ങളൊക്കെ സിനിമകളിൽ കാണാം. അതെ, ദിലീപിന്റെ ടങ് ട്വിസ്റ്റിനെ കുറിച്ച് ഇപ്പൊ കുറെ സോഷ്യൽ മീഡിയ ഇതിൽ വന്നിട്ടുണ്ട്. പറയുന്ന ഡയലോഗുകൾ ഒന്ന് തെറ്റിച്ച് പറഞ്ഞിട്ട് അതിന് കയ്യടി നേടുന്നത്, ആ തരത്തിലുള്ള ഡയലോഗുകൾ ദിലീപിന് മാത്രം പറ്റുന്ന കുറെ രംഗങ്ങൾ അല്ലെങ്കിൽ കോമഡികൾ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ കാലത്ത് എത്രത്തോളം വർക്ക് ചെയ്യുന്ന അറിയില്ല, പക്ഷെ ആ ഒരു തലമുറ അതിനെ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്നു മോഹൻലാൽ സിനിമകളൊക്കെ ഇനിയും ഒരുപാട് സിനിമകൾ ഇതിൽ ഉണ്ടാവും. പെട്ടെന്ന് കിട്ടിയ സിനിമകളാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്ത സിനിമകൾ. അതുപോലെ മമ്മൂട്ടിയുടെ സിനിമ നോക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളിയേട്ടനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞേക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനൊരു കാരണം കൈരളി കൂടി ആയിരിക്കും. ഇത്തവണയും കൂടെ ഓണത്തിന് കൈരളിയിൽ വെള്ളിയേട്ടനാണെന്ന് പറഞ്ഞിട്ടുള്ള ട്രോള് സ്ഥിരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. അതുപോലെ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് പിന്നൊന്ന് വാത്സല്യമാണ്, അടുത്തത് മഴയത്ത് മുമ്പേ, പിന്നെ രാജമാണിക്യം, തൊമ്മനും മക്കളും, രാപ്പകൽ, മായാവി, ഇങ്ങനെയുള്ള സിനിമകളാണ്. അത് കുറച്ചുകൂടി ഇമോഷണൽ സിനിമകളാണ്. അതിൽ പറയുന്ന രാജമാണിക്യവും പോക്കിരി രാജയും ഒക്കെയാണ് മമ്മൂട്ടിയുടെ കോമഡി വേർഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. രാജമാണിക്യവും ശരിക്കും ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ രംഗങ്ങളുള്ള സിനിമയാണ്. പക്ഷെ അതില് ആ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ആഘോഷിച്ച് പറയാനൊരു രസമുള്ള ഒരു ഭയങ്കര ആ ഒരു കോംബോ ഭയങ്കരമായിരുന്നു. റഹ്മാനെ കുറെ കാലത്തിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ള മനോജ് കെ ജയൻ മമ്മൂട്ടി ഒരു കോംബോ ഉണ്ട്, അവർക്കൊരു ഹിറ്റ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതല്ലാണ്ട് മമ്മൂട്ടിയുടെ ഇമോഷണൽ സിനിമകൾ എങ്ങനെ ആൾക്കാർ ഇത്രയും റീവാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന നടന് പലതും കഴിവില്ല എന്ന് പറഞ്ഞിട്ട് തഴഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഇമോഷണൽ രംഗങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മമ്മൂട്ടി എത്രത്തോളം നമ്മളിലേക്ക് അത് എത്തിക്കുന്നു എന്നുള്ളത് ഒരു രാപ്പകലൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ രംഗം കാണുമ്പോൾ നമ്മൾ കരഞ്ഞു, അവസാനം എത്തുമ്പോഴത്തേക്ക് കാണാൻ പറ്റില്ല. എന്തോ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന ഒരു ഫീലാണ്. നമ്മൾ വാത്സല്യമൊക്കെ പറയാന്നുണ്ടെങ്കിൽ കുടുംബത്തിലെ വലിയേട്ടനായിട്ട് മമ്മൂട്ടിനെ കണ്ടുപോയ ആൾക്കാർ. പക്ഷെ ഇപ്പൊ വാത്സല്യം കുറെയൊക്കെ ക്രിറ്റിസിസം കൂടി നേരിടുന്നുണ്ട്, അതിൽ മാറ്റേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിന് അത് അനുയോജ്യമായിരുന്നു എന്നുള്ള. അങ്ങനെ ആയിരുന്നു ആ തറവാട്. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള തറവാടുകൾ ഉണ്ടായിരുന്നുള്ളതാണ്. മൂത്തവർക്ക് ഭാരങ്ങൾ കൊടുത്തിട്ട് മൂത്തവന്റെ ഭാര്യ എല്ലാം ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാർ. അതിലേക്ക് പുതിയൊരാൾ വരുമ്പോൾ എങ്ങനെയായാലും ഒരു വീട്ടിൽ രണ്ട് കൾച്ചറിൽ നിന്ന് വരുന്ന രണ്ട് സ്ത്രീകൾ ഒന്നിക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യവും ഉണ്ടാവും. പക്ഷെ അതിലെ ശരി തെറ്റുകൾ വേർതിരിച്ച് കാണാൻ ഇന്ന് കുറച്ചുകൂടി ആളുകൾക്ക് പറ്റുന്നു
അതെ പറ്റുന്നു. പക്ഷെ യാഥാർത്ഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരുന്നല്ലോ അന്നത്തെ കാലം. തെറ്റായ മെസ്സേജ് ഇതാണ് ശരിയെന്ന് പറഞ്ഞിടത്തിലാണ് ആ സിനിമയുടെ പോരായ്മ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണ് എന്നുള്ളതുണ്ടെങ്കിൽ അത് ആ കാലത്തിന്റെ പ്രതിഫലനമായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇനി വേറെ കുറെ സിനിമകൾ വന്നിട്ടുണ്ട്. അതിലിപ്പം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ചാക്കോവിന്റെ, പൃഥ്വിരാജിന്റെ ഒക്കെ, അതായത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപിന് ശേഷം വന്നിട്ടുള്ള ഒരു ജനറേഷൻ ഉണ്ടല്ലോ. അതായത് കുഞ്ചാക്കോവൻ വരുന്നുണ്ട്, പൃഥ്വിരാജ് വരുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുൽഖർ, നിവിൻ പോളി, ഫഹദ് ഫാസിൽ, പിന്നെ വന്ന ടോവിനോ, അങ്ങനെ കുറെ പേരുണ്ട്. അതിൽ കുറച്ച് സിനിമകൾ കൂടെ നമ്മുടെ ലിസ്റ്റിലുണ്ട്. അത് ഞാൻ ഒന്ന് വായിക്കാം. മിക്കതും മൾട്ടി സ്റ്റാർ ചിത്രങ്ങളാണ് കേട്ടോ. അതില് മേലേപ്പറമ്പിൽ ആൺവീടുണ്ട്, ക്ലാസ്മേറ്റ്സ്, അടികപ്പിയാരെ കൂട്ടമണി, കഥ പറയുമ്പോൾ, കാബൂളിവാല, തെങ്കാശിപ്പട്ടണം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു, അതുപോലെ നന്ദനം, മനസ്സിനക്കരെ, അറബിക്കഥ, ഇൻ ഹരിഹർ നഗർ, അതിലെ ചില സിനിമകള്, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ്, ഫ്രണ്ട്സ്, സൺഡേ ഹോളിഡേ, അനിയൻ ബാവ, ചേട്ടൻ ബാവ, അമർ അക്ബർ അന്തോണി, കലാഭവൻ മണിയുടെ സിനിമകൾ പറയുന്നവരുണ്ട്, അനന്തഭദ്രം, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം, പാവം പാവം രാജകുമാരൻ, സന്ദേശം, പക്ഷെ അങ്ങനെയുള്ള സിനിമകളൊക്കെ പറയുന്നത്. ഇതിൽ പലതും, ചിലത് ഇപ്പം സന്ദേശം പോലെയുള്ള സിനിമകൾ ശരിക്കും ഒരു സറ്റേറിക്കൽ ആയിട്ടുള്ള സിനിമകളാണ്, പല ജോണറിൽ പെടുന്ന സിനിമകളാണ്. ഇന്ന ജോണർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒതുക്കി കോമഡി ആണോ അല്ല, പക്ക ഇമോഷണൽ ആണോ അല്ല, അങ്ങനെ എല്ലാ തരം സിനിമകളും ഉണ്ട്. ഇതിൽ ഇപ്പൊ ക്യാമ്പസ് മൂവീസ് ഉണ്ട്. അറബിക്കഥ നോക്കിയാൽ ഒരു പ്രവാസ ജീവിതത്തിന്റെ കാണിക്കുന്ന കഥകള്, ചിത്രങ്ങളാണ് കൂടുതലും എന്നുള്ളതാണ് ഏറ്റവും വലിയത്. ഇപ്പം അടികപ്പിയാരെ കൂട്ടമണിയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ഹോസ്റ്റലിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് റീവാച്ച് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ആൾക്കാർക്കും സംതൃപ്തിപ്പെടുത്തുന്ന കുറെ കോമഡി രംഗങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പൊ തെങ്കാശിപ്പട്ടണമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന ആളുടെ പിന്നെ അതിലെ പാട്ടുകളൊക്കെ ആ തെങ്കാശിപ്പട്ടണത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദിലീപ് തന്നെയായിരുന്നു സ്കോർ ചെയ്തിട്ടുള്ളത് കൂടുതലും. പിന്നെ കുറെ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ ഒക്കെ ഒരു ഇമേജ് മാറിയ സിനിമ കൂടിയായിരുന്നു തോന്നുന്നു. കുറെ ആക്ഷൻ സിനിമകൾക്കിടയിലേക്ക് സുരേഷ് ഗോപിക്ക് കോമഡി ഇത്ര നന്നായി വഴങ്ങുന്നുള്ള, എനിക്ക് തോന്നുന്നു ഇതിൽ സമ്മറിൻ ബത്ലഹേം എന്ന സിനിമ കൂടിയുണ്ട്, അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞതിൽ ഇപ്പോൾ ഓർമ്മ വന്നാണ് സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പം അങ്ങനെയുള്ള മൾട്ടി സ്റ്റാർ സിനിമകൾ കുറച്ചുകൂടി ആഘോഷിക്കപ്പെടുകയും റീവാച്ച് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളൊക്കെ നമ്മൾ റീവാച്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സിനിമകളൊക്കെ നമ്മുടെ പ്രഷർ തന്നെയാണ് സിനിമയിലേക്ക് കാണിക്കുന്നത്. നമ്മൾ എന്താണോ പ്രഷർ അനുഭവിക്കുന്നത് അതിൻ്റെ നിന്നുള്ളൊരു റിലീഫായിട്ടായിരിക്കും നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നുണ്ടാവുക. പക്ഷെ അവിടെ കാണുന്നത് അതിലും വലിയ സ്ട്രഗിൾ, അതിലും വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളായിരിക്കും. മൈൻഡ് റിലാക്സ് ചെയ്യാൻ പോയത് ഉള്ളതിലും അധികം ടെൻഷനും കൊണ്ട് ഇറങ്ങി വരേണ്ട പല സിനിമകളുമാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കാണുന്നത്. പക്ഷെ അന്നത്തെ സിനിമകളിൽ ഒരു പ്രതീക്ഷയുണ്ട്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും തുടക്കം അവസാനം കലങ്ങിത്തെളിയും ശുഭമാകുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് ഒരു മനസ്സിന് നിർബന്ധം. ഇപ്പോൾ ഹോം എന്താ സിനിമ വിജയിക്കാൻ കാരണം, അത് തരുന്ന ഒരു ഫീൽ ഗുഡ് ഉണ്ട്. എല്ലാ സിനിമകളും ഫീൽ ഗുഡ് ആയിരിക്കണം, എല്ലാ സിനിമകളും നന്മ തരുന്നതായിരിക്കണം എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു സിനിമയെ സമീപിക്കുമ്പം അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കണം. അങ്ങനെ എന്റർടൈൻ ചെയ്യിക്കുന്ന സിനിമകളാണ് കാലങ്ങൾ കഴിഞ്ഞ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ സിനിമകളുടെ ലിസ്റ്റിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പൊ എടുക്കുന്ന സിനിമകളിലൊക്കെ കൂടുതലായിട്ടും ഏതെങ്കിലും ഒരു ക്യാരക്ടർ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന പോലെ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കി, ഇപ്പൊ കല്യാണരാമൻ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ എത്രയോ ജീവിതങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം വെറുതെ 2-3 കുറച്ച് സീനുകളിൽ വന്നു പോകുന്ന കുഞ്ചാക്കോവിന്റെ ലൈഫിനെ വരെ വേറൊരു രീതിയിൽ, വേറൊരു പെർസ്പെക്റ്റീവിൽ കാണാനുള്ള ഒരു സ്കോപ്പ് നമുക്ക് അവിടെ തരുന്നുണ്ട്. പണ്ടത്തെ പല സിനിമകളിലും ഒരു കുടുംബത്തിന്റെ കഥ പറയുന്നതിനൊപ്പം ഒരുപാട് കഥാപാത്രങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലെയർ കൊടുത്തിട്ട് ചെയ്തതുപോലെ. അപ്പൊ നമുക്ക് ഓരോ തവണ കാണുമ്പോഴും അതിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അതിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, അങ്ങനെയുള്ള അതായത് ഈ കഥാപാത്രങ്ങളെല്ലാം നമുക്ക് അടുത്തുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത് കൊല്ലലും കൊലയും കൊലവിളികളും മാത്രമല്ല, പ്രതികാരങ്ങൾ അങ്ങനെയുള്ളത് മാത്രമല്ല, കുടുംബകലഹങ്ങളുണ്ട്. കാരണം അന്നത്തെ കാലത്ത് അതിങ്ങനെ നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ വരുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം സ്ഥാനമുണ്ട്, എന്തെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് എല്ലാവരുടെ കഥയും ഈ പറഞ്ഞ പോലെ കുഞ്ചാക്കോ ബോബന്റെ ഇത് പറഞ്ഞത് കൂട്ട് വരുന്ന ഒരു കഥാപാത്രത്തിന് അതിന്റെ ബാക്ക് സ്റ്റോറി ഒരു ഡയലോഗിൽ വരെ തീർത്ത് വെക്കുന്ന ഒരു പല കഥാപാത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ അഴകിയ രാവണൻ, മേഘം പോലെയുള്ള സിനിമകൾ എടുത്തു നോക്കുക. അതിൽ മമ്മൂട്ടി നായകൻ, പക്ഷെ ഇപ്പുറത്ത് വേറെയും കഥാപാത്രം. ഇപ്പൊ നായകനായിട്ട് മമ്മൂട്ടി വരുമ്പോഴും അപ്പുറത്ത് ബിജു മേനോന്റെ ഒരു കഥാപാത്രമുണ്ട്, ഇപ്പോൾ അംബുജാക്ഷൻ ഉണ്ട് ശ്രീനിവാസന്റെ. മേഘം എടുക്കുകയാണെങ്കിൽ ദിലീപിന്റെ ഒരു കഥാപാത്രം. ഇപ്പൊ ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് മാത്രമുള്ള കഥകളായിരുന്നില്ല, അതിന് ചുറ്റുമുള്ള കഥാപാത്രങ്ങൾക്കും നായകനോളം അല്ലെങ്കിൽ നായകന്റെ അത്രയും ഇപ്പൊ മൾട്ടി
മൾട്ടി സ്റ്റാർ ചിത്രങ്ങളും അല്ല അത്. അപ്പോൾ അപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജു മേനോൻ ഒരു ഹീറോ അല്ല, ദിലീപ് ഒരു ഹീറോ അല്ല, പക്ഷെ അവർക്കും പ്രാധാന്യം കൊടുത്തിട്ടുള്ള കഥ പറച്ചിൽ രീതിയും മേക്കിങ്ങും ഒക്കെ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന AI സജസ്റ്റ് ചെയ്ത 10-20 സിനിമകളും അതുപോലെ നമ്മൾ ചുറ്റുപാടും സംസാരിച്ചപ്പോൾ അതിൽ ചർച്ചയിൽ വന്നിട്ടുള്ളതുമാണ്. അപ്പൊ ഇനി പ്രേക്ഷകർക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ, അതുപോലെ നമ്മൾ വിട്ടുപോയ സിനിമകൾ, എത്തരത്തിലുള്ള സിനിമകളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ റീവാച്ച് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ കമന്റ് ചെയ്യണം.